ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കർത്താവിനെ ആരാധിപ്പാൻ എല്ലാ കാലത്തും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്ന് ഡിസിഷൻ എടുക്കേണ്ടത് വേറൊരാളല്ല, ഞാൻ തന്നെയാണ്. ആമേൻ. അപ്പൊ ചിലർ പറയും നീ മിണ്ടരുത്, എൻ്റെ ഒച്ച വെളിയിൽ കേൾക്കരുതെന്ന് പറഞ്ഞാലും അകത്ത് ആത്മസാന്നിധ്യം നിറഞ്ഞവൻ പറയും, അകത്ത് രാജാവ് ഉള്ളത് കൊണ്ടൊരു കോലാഹലം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ശീലാസിനെയും പൗലോസിനെയും പിടിച്ച് കാരാഗൃഹത്തിലാക്കി. ഇപ്പൊ കാരാഗൃഹത്തിന്റെ നിയമങ്ങളൊക്കെ വളരെ ശക്തമാണ്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ AC മുറികളും ഇന്ന് കാണുന്നത് പോലെയുള്ള സൗകര്യങ്ങളും അവിടെ അവരെ സംരക്ഷിക്കാനുള്ള ആൾക്കാരും രാഷ്ട്രീയക്കാരും ഒന്നും അന്നില്ല. അവർക്ക് വേണ്ടി വാദിപ്പാൻ മറ്റൊരു മനുഷ്യനില്ല. എന്നാൽ അവർ ആമത്തിൽ നിൽക്കുമ്പോൾ, ആമം എന്ന് പറയുന്നത് നമ്മളെ കഴുത്തിലൊരു ചങ്ങല ഉണ്ടാവും, കൈകൾ രണ്ടും ബന്ധിച്ചിരിക്കും, കാലുകൾ ബന്ധിച്ചിരിക്കും, നിവരാൻ പറ്റത്തില്ല. ഇങ്ങനെ നിൽക്കുന്ന ആമത്തിൽ ഇതിലും കുനിഞ്ഞ് നിൽക്കണം, കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. അത്ര വലിയൊരു ശിക്ഷയാണ് ആമത്തിലിടുക. ഈ ആമത്തിൽ നിൽക്കുമ്പോൾ അവർ തങ്ങളുടെ ഉള്ളത്തിൽ നിറഞ്ഞിരിക്കുന്നവനെ ഓർത്തിട്ട് അവർ സുവിശേഷം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവരെ പിടിച്ചുകൊണ്ട് പോയത്. അവിടെ അകത്ത് കർത്താവിൻ്റെ നാമം ശക്തിയോടെ വ്യാപരിക്കാൻ ആരംഭിച്ചപ്പോൾ അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. ഈ മൈക്രോഫോണിൻ്റെയോ കറണ്ടിൻ്റെയോ ഇലക്ട്രിസിറ്റിയുടെയോ ഒന്നുമില്ല. പന്തം കൊളുത്തിയ ഒരു പ്രകാശമാനത്തുണ്ടാകും. പക്ഷെ അതിനകത്ത് നല്ലൊരു സുവിശേഷ യോഗത്തിൻ്റെ ആരംഭമായ ഒരു പ്രാർത്ഥന നടന്നു. ഒരു പാട്ട് പാടിയവർ. ഏത് രാഗത്തിൽ പാടി, എങ്ങനെ പാടി, ഏത് പാട്ടാണെന്ന് ഇതിനകത്ത് എഴുതി വെച്ചിട്ടില്ല. അവർ തങ്ങളുടെ ദൈവത്തെ പാടി സ്തുതിച്ചു, ആരാധിച്ചു. ഹല്ലേലൂയ. കാരാഗൃഹത്തിന്റെ പ്രമാണിക്കോ കാരാഗൃഹത്തിന്റെ അധികാരികൾക്കോ എന്നും ആ പാട്ടിനെ തടയുവാൻ സാധിച്ചില്ല. ആമേൻ. നമ്മുടെ ദൈവമക്കളെ, നിങ്ങളുടെ അകത്ത് ശത്രുവാണ് പറയുന്നത് നീ പ്രാർത്ഥിക്കണ്ട, ശത്രുവാണ് പറയുന്നത് നീ ആരാധിക്കണ്ട. പ്രാർത്ഥിച്ചിട്ട് എന്താ എന്ന് ചോദിക്കുന്ന ചോദ്യശരങ്ങളുടെ മുമ്പിൽ ദൈവം അകത്തുള്ളവൻ, ആത്മാവ് അകത്തുള്ളവൻ, അവൻ ആരാധിക്കും, അവൻ പ്രാർത്ഥിക്കും, അവൻ വീണുപോകാതെ അവൻ എഴുന്നേൽക്കും. അവൻ ചാരത്തിൽ കിടന്നാലും അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് വരുന്നത് കാണുമ്പോൾ ശത്രു അതിശയം കൂടും. ഹല്ലേലൂയ. ഒരു സുവിശേഷ യോഗത്തിന് മുമ്പ് 2 പാട്ട് ഉള്ളതാണ്. കാരാഗൃഹത്തിന് അകത്ത് അന്ന് അവിടെ അത്രയും പേരെ ഉള്ളൂ യോഗത്തിന്. കാരാഗൃഹ പ്രമാണി, പിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്ന കുറേ പടയാളികളും ഒക്കെ ഉള്ളൂ. പക്ഷെ അത് മതി കർത്താവിന്, അതിനകത്ത് കയറി രക്ഷിക്കേണ്ടവനെ. കാരണം ഇവർ ഈ കാരാഗൃഹ പ്രമാണിക്കൊന്നും പുറത്ത് ഡ്യൂട്ടിയില്ല. സുവിശേഷ യോഗം കേൾക്കാൻ പുറത്തു പോകേണ്ട പറ്റത്തില്ല. അവിടെ പാറാവ് നിൽക്കുന്നവൻ എങ്ങനെ വചനം കേൾക്കും? എന്നാൽ അതിൽ ചിലതിനെ തുടരേണ്ടതിന് കർത്താവ് തന്റെ ദാസന്മാരെ അതിനകത്തേക്ക് അയച്ചു. ഹല്ലേലൂയ. അതിനകത്തേക്ക് അവർ കടന്നു ചെന്നു. അതിനകത്ത് നിന്ന് അവർ ആപത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് പരസ്പരം കണ്ണീരൊഴുക്കാനല്ല സമയം. അവർ ഇങ്ങനെ പാടിയ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഹല്ലേലൂയ, അതുവരെ ഇവരുടെ മേലുണ്ടായിരുന്ന അധികാരികൾ അവർ പാടുന്നതെന്നത് ശ്രദ്ധിപ്പാൻ ആരംഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു സാക്ഷ്യം കേട്ടതാണ്. ഈ ചൈനയിലൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ് ആരാധന നടക്കുന്നത്. ഇന്ന് കുറച്ചുകൂടി ഓപ്പണായി തുടങ്ങി അവിടെ. അപ്പോൾ അവിടെ അവരെ നിർത്തിക്കാൻ വന്ന അധികാരി കയറി വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് പിടിച്ചിൽ കൊളുത്തി വലിച്ചു. ഇവിടെ നിന്ന് ആരാധിച്ചവരെക്കാളും ഭയങ്കരമായിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആരാധിക്കാൻ ആരംഭിച്ചു. അപ്പൊ ദൈവത്തിന് വന്ന അത്ഭുതങ്ങളെ ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. വിശ്വാസം നമ്മുടെ അകത്ത് തണുത്തു പോകാതെ നാം സൂക്ഷിക്കണം. ആമേൻ. അവർ കാരാഗൃഹത്തിൽ പാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാരാഗൃഹ പ്രമാണി ശ്രദ്ധിച്ചാൽ പിന്നെ പാറവുകാരൻ എന്ത് കുഴപ്പം? അധികാരികളെ ആകർഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. നീ ഇനി യേശുവിന്റെ നാമം എടുക്കരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മേൽ ഒരു വ്യാപാരം നടക്കുന്നുണ്ട് ദൈവത്തിന്. ഹല്ലേലൂയ. ശത്രു എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. നിശ്ചയമായിട്ടും നീ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇവർ പാടി ആരാധിച്ചു. അപ്പോൾ അവിടെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. കാരാഗൃഹം മുഴുവൻ എന്ത് ചെയ്തു? കുലുങ്ങി. മനുഷ്യരാൽ ബന്ധിച്ചു വെച്ചിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. എന്ന് പറയുമ്പോൾ ചെറിയൊരു ഓലപ്പുളി ഉണ്ടെന്നും അല്ല കേട്ടല്ല, അത് ഭയങ്കരമാണ്. ആ ചങ്ങലകൾ പൊളിഞ്ഞു വീണു, അത് താഴേക്ക് വീണു. അതിനകത്ത് മുഴുവനും ഒരു ഭയമുണ്ടായി. ഭയങ്കരമായൊരു സംഭവം, ഒരു ഭൂകമ്പമാണെന്ന് അവർ കരുതി. അതിനകത്ത് ഭയമുണ്ടായി. ഇവർ ഈ 2 പേർ രക്ഷപ്പെട്ടു എന്നൊക്കെ അവർ ഭയന്നു. നാളെ അവർ അല്ലെങ്കിൽ തൂക്കിലേറപ്പെടും, അവർ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടും. അവർ ഭയന്നു നിൽക്കുമ്പോൾ
പൗലോസ് സംസാരിക്കാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞങ്ങൾ ഓടിപ്പോയിട്ടില്ല. ആമേൻ. അവർ അന്ന് രാത്രി ഒരു യോഗം നടന്നു അവിടെ. നിങ്ങൾ ആ ഭാഗം അപ്പോസ്തല പ്രവൃത്തികളിലുണ്ട്, നിങ്ങളിത് വായിച്ചു നോക്കണം. അന്ന് രാത്രിയോടെ ഒരു മീറ്റിംഗ് നടന്നു. ഇതുപോലെ ചെയറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഒരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിംഗ് ഇങ്ങനെ നീണ്ടുപോയി. യേശുവിനെ കുറിച്ചുള്ള സത്യസുവിശേഷം വിളംബരം ചെയ്യപ്പെട്ടു. ആ രാത്രി തന്നെ കാരാഗ്രഹ പ്രമാണി കുടുംബവും മുഴുവനും സ്നാനം സ്വീകരിച്ച കർത്താവിന്റെ മക്കളായി തീർന്നു. ഇതെന്തിനത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലജ്ജിക്കപ്പെടുവാനല്ല അവൻ നമ്മെ വിളിച്ചത്, ലജ്ജയിൽ നിന്ന് പുറത്തെടുക്കാനാണ്. ഹല്ലേലൂയ.